അപ്പൊ ഗായ്സ് ഞാനിന്നേ ഉള്ളത് കൊണ്ട് ഓണം പോലെ മന്തി ഉണ്ടാക്കിയേട്ടാ. അതങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. ആദ്യം നമ്മ ചിക്കൻ നല്ലോണം മാരിനേറ്റ് ചെയ്ത് വെക്കണോട്ടാ. അതിന് വേണ്ടിയിട്ട് ഞാൻ വലിയൊരു ഉരുളെടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്, ഉപ്പ് ഇട്ടിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, പിന്നെ മുളക് പൊടി ഇട്ടിട്ടുണ്ട്, പിന്നെ 2-3 ടേബിൾ സ്പൂൺ ഈ വിനാഗിരിയില്ലേ, വിനാഗിരിക്ക് പകരം വേണമെങ്കിൽ തൈര അല്ലെങ്കിൽ നാരങ്ങ ജ്യൂസ് അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ചേർക്കാട്ടാം. പിന്നെ മാഗി ക്യൂബ് ഉണ്ടെങ്കിൽ നമുക്ക് നല്ലത് അതും ചേർക്കാം. എൻ്റെ അതില്ല, അതുകൊണ്ടാണല്ല ഞാൻ ഇങ്ങനെ ഉള്ളതുപോലെ ഉള്ള സാധനങ്ങളൊക്കെ കൊണ്ട് ഈ മന്തി ഉണ്ടാക്കണം. അതാണല്ലോ നമ്മുടെ മന്തിയുടെ പേര്. ഉള്ളത് കൊണ്ട് ഓണം പോലെ മന്തി. അപ്പം ഈ മസാലക്കൂട്ടിലേക്ക് നമുക്കെന്തല്ല നന്നായി കഴുകി വെച്ച ചിക്കനൊക്കെ ഇട്ട് നല്ലോണം മിക്സ് ചെയ്ത് വെക്കാട്ടാം. ഇത് നമുക്കൊരു ഫ്രിഡ്ജിൽ 3-4 മണിക്കൂർ അല്ലെങ്കിൽ തലേന്ന് വെച്ചാലും മതി. അങ്ങനെ നമുക്കത് ഫ്രിഡ്ജിലേക്ക് സെറ്റ് ചെയ്യാൻ വെക്കാം. പിന്നെ നമ്മ ഒരു ജാറെടുത്തിട്ട് അതിലോട്ട് കുറച്ച് ഇഞ്ചി കഷ്ണവും വെളുത്തുള്ളി, ഒരു സവാളയും, പിന്നെ നന്നായിട്ട് പഴുത്തൊരു തക്കാളി നല്ല റെഡൊക്കെ ആയിട്ട് വെക്കണം. ആ തക്കാളിയും ഇട്ട് ഊരി കറക്കുക. അയ്യോ, പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി, കുറച്ച് മസാലപ്പൊടി ഇടണോട്ടാ. ഞാനിവിടെ തേക്കണത് ഗരം മസാല എന്താ, നിങ്ങൾക്ക് വേണമെങ്കിൽ മന്തി മസാലയും ഇടാട്ടാ. അങ്ങനെ ഒരൊറ്റ അടി അടിച്ചെടുക്കുക. അപ്പതേ ഇതുപോലെ ഇട്ടോട്ടാ. അങ്ങനെ നമ്മ ഈ പേസ്റ്റും കൂടെ നമ്മളെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടില്ലേ, അതിലോട്ട് ഒഴിച്ച് ഒന്നും കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ട് കുക്കറിലേക്ക് ഇടണോട്ടാം. പിന്നെ സൺഫ്ലവർ ഓയിൽ ഒഴിക്കണം. ഒരു 1/2 ഗ്ലാസ് ഒഴിച്ചാൽ മതി. ഒരു കുഞ്ഞ് ഗ്ലാസിൻ്റെ ഒരു 1/2 ഗ്ലാസ് ഇട്ടാ അത്രയും മതി. അങ്ങനെ നമ്മ കുക്കറിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിക്കണം. വെള്ളം ഒഴിച്ച് വന്നപ്പോഴത്തേ നോക്കിയേ കുക്കർ നിറഞ്ഞ്. അപ്പോഴത്തേനെ ഞാൻ വേറൊരു കുക്കറിലേക്ക് മാറ്റിയേട്ടാ. അങ്ങനെ ആ കുക്കറിൽ ഒറ്റ വിസലി. അപ്പം നമുക്ക് ഈ ചിക്കനും വേവും ഈ ചിക്കൻ്റെ സ്റ്റോക്കും നമുക്ക് കിട്ടും. ചിക്കൻ്റെ സ്റ്റോക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണട്ടാ ഞാനിങ്ങനെ ചെയ്തത്. പിന്നെ നമ്മുടെ മന്തി റൈസ് ഉണ്ടാക്കാനേ നമ്മളുടെ കയ്യിലുള്ള സ്പൈസസ് മാത്രം എടുത്താൽ അരിയണേ, എല്ലാം ഒന്നും ഞാൻ എടുത്തിട്ടില്ല. അന്ന് എടുത്തതൊക്കെ എന്നെ കുറച്ച് കൂടുതൽ എടുക്കുകയും ചെയ്തു. പിന്നെ ഒരു നാരകര ചെറിയൊരു കഷ്ണം വേണോട്ടാ. അപ്പോഴേക്കും നമ്മുടെ കുക്കർ ഒരു വിസലടിച്ച് നല്ലോണം ചിക്കൻ വെന്തിട്ടുണ്ട്. ചിക്കൻ്റെ സ്റ്റോക്കും കിട്ടിയിട്ടുണ്ടെത്താ. അത് നമ്മൾ ഈ മന്തി വെക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു വലിയൊരു പാത്രത്തിലോട്ട് ഒഴിക്കുക. ഞാനിവിടെ 2 ഗ്ലാസ് അരിയാണ് എടുത്തേക്കണം. അപ്പം മൊത്തം നമുക്കിതിൽ 4.5 ഗ്ലാസ് വെള്ളം വേണം. അതിൽ ഞാൻ 2 ഗ്ലാസ് സ്റ്റോക്ക് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ 2.5 ഗ്ലാസ് പച്ചവെള്ളവും ഒഴിച്ചിട്ടുണ്ടെത്താ. എന്നിട്ട് നമുക്കതിലേക്ക് ഈ സ്പൈസസ് ഇടാം. പിന്നെ ഒരു നാരങ്ങ വട്ടത്തിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ടേ അത് ഇടാട്ടാ. നമുക്ക് ഈ സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പ് ഇടാട്ടാ. ഉപ്പ് നോക്കിയിട്ടൊരു ഉപ്പ് പൊടിക്ക് മുന്നിൽ വെക്കുന്ന രീതിക്ക് ഉപ്പ് ഇടാട്ടാ. ഞാൻ അടുപ്പത്താണ് ഉണ്ടാക്കണത്. അങ്ങനെ അടുപ്പത്ത് പാത്രമൊക്കെ വെച്ചിട്ട് നല്ലോണം തിളച്ച് വരുമ്പോൾ അരി അങ്ങോട്ട് ഇട്ട് ആ തിളച്ച് മൂടി വെച്ചതേ നമ്മുടെ അരി സെറ്റായിട്ട് ഇടാം. ഒരു 10 മിനിറ്റ് എടുത്തോളൂ അരി വേവാനായിട്ട്. നല്ല മണം ഉണ്ടായിരുന്നു. ഈ വെന്ത് വന്നപ്പോൾ ചിക്കൻ്റെ സ്റ്റോക്കിലാണത് ഉണ്ടാകണത്. അതും നല്ല മണമായിരുന്നു. പിന്നെ നമ്മ എന്ത് ചെയ്യണമെന്നറിയോ, നമുക്ക് ചിക്കൻ വറുക്കണം. അതിനായിട്ട് ഇരുമ്പ് പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിൽ കുറച്ച് ഒഴിച്ചാൽ മതി. സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ചിക്കൻ്റെ കാൽ ആദ്യം നമുക്ക് വെക്കാട്ടാം. അങ്ങനെ ചിക്കൻ്റെ കാലും ബാക്കി പീസസൊക്കെ എടുത്ത് നമുക്ക് ചിക്കൻ്റെ വറുത്ത് കോരാട്ടാം. ഞാനങ്ങനെ എല്ലാ പീസും വറുത്തെടുത്തിട്ടുണ്ട് ട്ടാ. ഇനി ആ ചട്ടിയിലേക്ക് ആ ചിക്കൻ്റെ ബാക്കി വന്ന കുറച്ച് സ്റ്റോക്ക് ഒഴിച്ച് ഒരു കുറുക്ക് പോലാക്കി നമുക്കൊരു കൂട്ട് ഉണ്ടാക്കാം. മയണൈസ് ഉണ്ടാക്കാം. മയണൈസ് ഉണ്ടാക്കണം ഞാൻ പറഞ്ഞു തരണ്ടല്ല, ഇപ്പം എല്ലാവർക്കും അറിയാം മയണൈസൊക്കെ ഉണ്ടാക്കാനായിട്ട്. അങ്ങനെ മന്തി ചിക്കനൊക്കെ റെഡിയായി. ഈ മയണൈസും ആ സൂപ്പും കൂട്ടുന്നത് കഴിച്ചു നോക്കിയേ, അടിപൊളി ടേസ്റ്റ്.